ഉദാഹരണം മാത്രമാണ്. നമ്മുടെ സമയവും സാഹചര്യമൊക്കെ പരിഗണിച്ച് അതിലേറ്റവും പ്രധാനമായൊരു വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുഹറമാത്തുകൾ, ഹറാമുകൾ, നിഷിദ്ധങ്ങൾ, അള്ളാഹ് വിലക്കിയത്, റസൂല് വിലക്കിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബ് വേണ്ടെന്ന് പറഞ്ഞു, റസൂല് വേണ്ടെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് വേണ്ട. റബ്ബും റസൂലും ഇഷ്ടപ്പെടാത്തത് നമുക്ക് വേണ്ട. അത് നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഏതുവരെ? മദ്യമാണെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളാണെങ്കിലും ചൂതാട്ടമാണെങ്കിലും പലിശയാണെങ്കിലും അക്രമമാണെങ്കിലും കൊലപാതകമാണെങ്കിലും അങ്ങനെ തുടങ്ങി ഹറാമിന്റെ ലോകത്ത് വിരാജിക്കുന്ന ഒരുപാട് സംഗതികൾ. ഇപ്പൊ ലേറ്റസ്റ്റായ പീഡനങ്ങളടക്കം, മോഷണം, പിടിച്ചുപറി, ചതി, വഞ്ചന, ലേ സ്വന്തം ഭാര്യയോട് അകാരണമായി മോശമായി പെരുമാറൽ, സ്വന്തം ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കൽ, സ്വന്തം മാതാപിതാക്കളെ ധിക്കരിക്കൽ തുടങ്ങിയങ്ങോട്ട് എന്തുമാത്രം വിഷയങ്ങളാ. അയൽവാസിയോട് മോശമായി അയൽവാസി പെരുമാറൽ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ആ മുഴുവൻ വിഷയങ്ങളും റസൂലും അള്ളാഹുവിന്റെ ഖുർആനും റസൂലും നിരോധിച്ച ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് നിരോധിക്കലാണ് നമ്മുടെ സുരക്ഷ. ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ അത് മുഴുവനും നമ്മുടെ ഭീഷണിയാണ്. നമുക്ക് അരക്ഷിതാവസ്ഥയുണ്ടാക്കി, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കി, ശാന്തി നശിപ്പിച്ച്, സ്വസ്ഥത നശിപ്പിച്ച്, നമ്മെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രയാസങ്ങളിലും വിഷമതകളിലും അകപ്പെടുത്താനേ കാരണമാകൂ. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. വലിയൊരു പാപത്തിന്റെ പട്ടികയിൽ എണ്ണിപ്പോയ ഒരു ഉദാഹരണമാ. ഒരു വലിയ പാപത്തിന്റെ പട്ടികയിൽ എണ്ണിയ ഉദാഹരണമാ. ആ പാപത്തിന്റെ പേരൊരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ സൂചനകൾ ഞാൻ തരാം. ഈ പാപം ചിലയിടങ്ങളിലേക്ക് കടന്നവരൽ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട ആ പാപം ചില വീടുകളിലേക്ക് കടന്നവരൽ ആ വീട്ടിലൊരു മകന് വാഹനം വാങ്ങുന്ന വിഷയത്തില ഈ പാപം ചില വീടുകളിലേക്ക് കടന്നു വരാറുള്ളത്. അവിടെ പ്രായപൂർത്തിയായ മക്കളെ കെട്ടിക്കുന്ന വിഷയത്തില ഈ പാപം ചില വീടുകളിലേക്ക് കടന്നു വരാറുള്ളത്. അവിടുത്തെ ചില അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട വിഷയത്തില. പാപത്തിന്റെ പേര് ഞാൻ പറയേണ്ടതില്ലല്ലോ. 3 അക്ഷരമാണ് അതിന് മലയാളത്തിലുള്ളത്. പലിശ എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോവുകയാ, ആകില റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദൈ വഖാലഹും സവാഅ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു തരികയാ, പലിശ തിന്നുന്നവനെയും അല്ലാഹുവിന്റെ ദൂതൻ ശപിച്ചുപോയൊരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് ശപിച്ചുപോയൊരു വിഭാഗത്തെ പറ്റി പറയാ. പലിശ തിന്നുന്നവനെയും പലിശ തീറ്റിക്കുന്നവനെയും പലിശയുടെ കണക്കുകൾ എഴുതുന്നവനെയും പലിശ ഇടപാടുകൾക്ക് സാക്ഷി നിൽക്കുന്ന 2 പേരെയും ആര് ശപിച്ചു? അല്ലാഹു ശപിച്ചു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് ശപിച്ചിരിക്കുന്നു ഈ 4 കൂട്ടരെയും. എന്നിട്ട് അള്ളാന്റെ റസൂല് പറയാ, ഈ 4 നാലല്ല, വഖാല ഹും സവാഅ. ഈ 4 ഒരുപോലെയാ. സ്വഹീഹ് മുസ്ലിമിലെ 1598 നമ്പർ ഹദീഥാ. ഈ 4 കൂട്ടരും ഒരുപോലെ. പലിശ വാങ്ങുന്നവനെ പോലെ തിന്നുന്നവൻ, വാങ്ങുന്നവരെയും തിന്നുന്നവരെയും പോലെ എഴുതി വെക്കുന്നവൻ. ഈ മൂന്നാളെയും പോലെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും സ്വത്തോഹരി വെക്കുന്നിടത്ത് അതല്ല. ഒരാൾക്കൊരു പ്രത്യേക ആവശ്യം നേരിട്ടു. 4 ആളുടെ പേരിലാണ് സ്വത്തുള്ളത്. ആ ഒരു സ്വത്ത് പണയം വെക്കാനായി 4 പേരും കൂട്ടു സ്വത്താണെങ്കിലും ശരി 4 ആളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്നൊരു ദുരവസ്ഥ ഉണ്ടാകാറുണ്ട് ചിലയിടങ്ങളിൽ. വിശദാംശങ്ങൾ എന്നേക്കാളും നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. ചില ആള് പറയാ, ഞാനതിന് പലിശ വാങ്ങിയിട്ടില്ല, ഞാനത് വാങ്ങിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല, ഞാൻ സാക്ഷി തന്നിട്ടില്ല, ഞാൻ ആകെ ചെയ്തു പോയത് എഴുതി വെച്ചിട്ടില്ല, ഞാൻ ആകെ ചെയ്തു പോയത് അതിലൊന്ന് ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ്. വശാഹിദൈ, ഞാനതിന് സാക്ഷ്യം വഹിക്കുക മാത്രമാണ് ചെയ്തു പോയിട്ടുള്ളത്. അള്ളാന്റെ റസൂല് പറഞ്ഞു 3, 4 ഒരുപോലെയാണ്. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ? അത് ഒരിക്കലെങ്കിലും
അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയാ, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്. ഖാലൂ യാ റസൂലല്ലാഹ് വമാ ഹുന്ന. അല്ലാഹുവിന്റെ ദൂതന് പറഞ്ഞു, നാശകരങ്ങളായ 7 പാപങ്ങളെ പറ്റി നിങ്ങൾ വർജിക്കുവിൻ, 7 പാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുവിൻ. വിശദാംശങ്ങളിലേക്ക് വരാം. റസൂൽ ഒന്നാമത് പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിന് പങ്കു ചേർക്കലാണ് ഏത്. അങ്ങനെ റസൂല് വിശദീകരിക്കുമ്പോ പറയാ വഅകുലു റിബാ, പലിശ തിന്നൽ. സ്വഹീഹുൽ ബുഖാരിയിലെ 2766 നമ്പർ ഹദീസും സ്വഹീഹ് മുസ്ലിമിലെ 89 നമ്പർ ഹദീസുമാ. എന്തിനൊക്കെയാ പലിശ വാങ്ങാറുള്ളത്? പലിശയാൽ ദുരന്തം അനുഭവിക്കുന്ന എത്ര ആളുകളാ നമ്മുടെ സമുദായത്തിനകത്ത്, മുസ്ലിം സമുദായത്തിനകത്ത്, അതല്ല പുറം ലോകത്തെ മനുഷ്യരാശിയിൽ എത്ര പേരാ പലിശ കൊണ്ട് ദുരന്തം അനുഭവിക്കുന്നവർ? മകളുടെ വിവാഹത്താൽ, മക്കളുടെ വിദ്യാഭ്യാസത്താൽ, വീട് നിർമ്മാണത്താൽ, അവനവന്റെ ബിസിനസിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ആവശ്യാർത്ഥം ലോണുമായി, ബാങ്കുമായി, ഇടപാടുകളുമായി, നിഷിദ്ധമായ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളെ പറ്റി നമുക്കറിയാം. ഇവരോടൊക്കെ നമ്മൾ ചോദിച്ചു പോണോ? പ്രയാസല്ലേ, പ്രയാസല്ലേ? ഈ പല വിഷയത്തിലും പ്രയാസപ്പെട്ട് മനസ്സുമടുത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് ഉരുണ്ടുപോയ എത്ര മുസ്ലിം സമുദായത്തിൽ എത്ര ആളുകളുണ്ട്? എത്ര മുസ്ലിം രക്ഷിതാക്കളുണ്ട്? മോളെ കെട്ടിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട്, മോളെ കെട്ടിക്കാൻ വേണ്ടി പലിശക്ക് ലോൺ എടുത്ത്, പണം ഇല്ല, ആരും കൊടുക്കാനില്ല, ആരും സഹായിക്കാനില്ല. വല്ലാത്തൊരു ദുരവസ്ഥ. എന്താ ചെയ്യാന്ന് ആൾക്കാർ ചോദിക്കണത്? എന്താ ചെയ്യാന്നാ ചോദിക്കണത്? നിങ്ങൾ പറഞ്ഞുതരും എന്താ ചെയ്യാൻ. എനിക്ക് വീടുണ്ടാക്കണം, എന്താ ചെയ്യേണ്ടെന്നാ? ഇസ്ലാമൊക്കെ അവിടെ കിട്ട, നിങ്ങൾ മാർഗം പറഞ്ഞുതരുന്ന ആൾക്കാരെ ചോദ്യ. ആൾക്കാരെ ചോദ്യ, തൗഹീദുള്ളവന്റെ ചോദ്യം, താടി നീട്ടിയവന്റെ ചോദ്യം, നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചവന്റെ ചോദ്യം. ആലേഖനങ്ങള് സുന്നത്തും ഖുർആനും സുന്നത്തും പറയുന്നവന്റെ ചോദ്യം. എന്ത്? ഖുർആനും സുന്നത്തും പറയുന്നവന്റെ ചോദ്യം. പലിശയല്ലാതെ മറ്റെന്തൊരു മാർഗമുണ്ട്? എന്ത് മാർഗമുണ്ട്? ആരാ കണ്ടെത്തേണ്ടത്? ആരാ കണ്ടെത്തേണ്ടത്? സ്വയം കണ്ടെത്തണം. എവിടെ ദലീലുള്ളത്? ഖുർആനിലും സുന്നത്തിലും. ആയത്ത് ഓതി കൊടുക്കാണ്. പലിശ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, മോശമാണ്, തെറ്റാണ്, പാപാണ്. പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവനെ പോലെയല്ലാതെ മറിഞ്ഞു വീഴൂല. മസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഏറ്റില്ല, ഒന്നും ഏറ്റില്ല. മടങ്ങിയാൽ, വീണ്ടും പലിശയിലേക്ക് മടങ്ങിയാൽ, തെറ്റൊക്കെ തിരുത്തിക്കോളി, എന്നിട്ട് പിന്നെ മടങ്ങിയാൽ ഖുർആൻ പറയാ പിന്നെ നരകത്ത് പോണ്ടി വരും. കേട്ടിട്ട് മനസ്സിലായില്ല, പിന്നെയും തൗഹീദ് തിരിയുന്നവന്റെ കല്യാണത്തിൽ പലിശപ്പണം, പിന്നെയും തൗഹീദ് തിരിയുന്നവന്റെ കൂടെ വീടിരിക്കലിന് പലിശപ്പണം, പിന്നെയും തൗഹീദ് തിരിയുന്നവന്റെ, സുന്നത്ത് തിരിയുന്നവന്റെ വീടിനകത്ത് ഉണ്ടാക്കിയ റമദാനിന്റെ വിരുന്ന് സൽക്കാരത്തിൽ, റമദാൻ നോമ്പ് തുറയിൽ പലിശപ്പണം. നിങ്ങളറിയോ, ഞാൻ സാധാരണ എല്ലായിടത്തും പറയേണ്ടത്, കുടുംബസദസ്സിലൊക്കെ പറയലുണ്ട്. ഒരാൾ നോമ്പുറപ്പിക്കാൻ വിളിച്ചു. നീ നോമ്പുറപ്പിക്കാൻ അധികമൊന്നുമില്ല, 2 മാസമുള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സമൃദ്ധമായ നോമ്പ് വരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നോമ്പുകാലത്തൊരു ചെറുപ്പക്കാരൻ, അല്ല ഒരു മധ്യവയസ്കൻ, തന്റെ ഒരേ ഒരു മകൾ അല്ലെങ്കിൽ മൂത്ത മകൾ, അവളെ വിവാഹം കഴിപ്പിച്ചയച്ചു. സ്വാഭാവികമായും റമദാനിന് തെറ്റായ ധാരണയുണ്ട്, ആദ്യത്തെ 10 എന്നെ വിളിക്കണോന്ന്. അതാണ് സുന്നത്ത് നാളുകൾ വിചാരിച്ചു വെച്ചു പോയത്. വേഗം വിളിക്കണ്ടേ? ആളുകളൊക്കെ കൂടിയാലോചിച്ചു. ഉമ്മയുണ്ട്, വല്യമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ വിളിക്കാൻ വേണ്ടി ലിസ്റ്റ് ഇട്ടപ്പോൾ ജ്യേഷ്ഠന്റെ മോളെ കെട്ടിച്ചെടുത്ത് വിളിക്കണം, പെങ്ങള് അഥവാ അമ്മായിന്റെ വീട്ടിൽ നിന്ന് വിളിക്കണം. ലിസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ ഒരു പഞ്ചായത്ത് മൊത്തമുണ്ട്. നോമ്പുതുറയുടെ ലിസ്റ്റ്. ആളുകൂടിയപ്പോ സ്വാഭാവികമായും അയാള് വല്ലാതെ ആദ്യമായി. പണല്ല, റമദാൻ മാസാണ്, പണല്ല. എന്താ ചെയ്യാ? ഭാര്യയോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ കൈയൊന്ന് നീട്ടിക്ക. ഭാര്യ വല്ലാതെ സമാധാനം. സലാം കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോ കയ്യിലല്ല അയാള് പിടിച്ചുപോയത്, കൈത്തണ്ടയില. ഒരേ ഒരു വള മാത്രം ബാക്കി. അതങ്ങ് സമർത്ഥമായി വലിച്ചൂരി അയാൾ. ഇതൊക്കെ അറിയില്ലേ? കെട്ടിച്ചോണ്ടിരുമ്പോ 10 ഉണ്ടായിരുന്നു, 10 ഉണ്ട് അല്ലേ? ഓല് ചിരിക്കുന്നുണ്ട്. ഓൽക്കൊക്കെ അറിയാം. പലിശ എന്ന് പറഞ്ഞാൽ തന്നെ വേവൽക്ക് മനസ്സിലാവും. പണയം വെക്കാണെങ്കിൽ പോയാൽ മനസ്സിലാവും. പണയം വെക്ക, വരുമ്പോ ഒരുപാട് ആഭരണം ഒന്നും തരണ്ട, പെണ്ണിനെ മാത്രം തന്നാ മതി എന്നാ.
ഡിമാൻഡ് പറയാം. അങ്ങോട്ട് ആണത്തുള്ള ചെറുപ്പക്കാരൻ ഡിമാൻഡ് പറയാ. അപ്പോഴും ഇവിടുന്ന് പറയാ എന്നാലും എന്തേലും കൊടുക്കാതെ എങ്ങനെയാ, ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ഇറക്കി വിട്ടതാ. കുറെ ഉണ്ട് ആഭരണങ്ങൾ. പക്ഷെ 10 കൊല്ലമായപ്പോഴേക്കും 10 പവൻ തീർന്നു, അല്ലെങ്കിൽ 20 പവൻ തീർന്നു. അവസാനത്തെ വളയാ. നിങ്ങൾ എങ്ങട്ടാ? മഅസ്സലാമ, ബാങ്കിലേക്ക്. അങ്ങനെ ബാങ്കിലേക്കാ. റമദാനിന്റെ പകലിൽ ബാങ്കിൽ. എന്നിട്ടോ വിൽക്കാനാണോ? അല്ല, പണയം വെക്കാൻ ബാങ്കിലേക്ക്. റമദാനിൽ ഒരു സാധാരണക്കാരൊന്നും ആരും റമദാനിൽ സാധാരണ 11 മാസവും ബാങ്കിന്റെ പടി കീറുന്നവര് വരെ സാധാരണ ഇടപാടുകൾക്ക് കൂടി റമദാനിൽ ബാങ്ക് പോകാൻ മടിക്കുന്നൊരു കാലം. ഇയാൾക്ക് യാതൊരു കൂസലുമില്ല. എന്തിനായി പോണെന്നറിയോ? സുന്നത്തായ നോമ്പ് തുറ സൽക്കാരത്തിന് വേണ്ടി. പലിശ കലർന്ന നോമ്പ് തുറ സൽക്കാരം. ആലോചിക്കണേ. കല്യാണമാണെങ്കിലോ ആലോചിക്കണേ. വീടിന്റെ നിർമ്മാണമാണെങ്കിലോ ആലോചിക്കണേ. മോന് വാഹനം വേണം, +2 പരീക്ഷ പാസ്സായി. വാപ്പ ഉദ്ദേശിച്ചിലേറെ മാർക്ക്. അപ്പൊ വാപ്പാക്ക് ഒരു കവായിദില്ലാത്ത വാപ്പയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ഉമ്മ ഉദ്ദേശിച്ചിലേറെ മാർക്കോക്ക്. അപ്പോഴോ ആവശ്യമാണ്, ഇന്ന സാധനം വേണം. അപ്പൊ പിന്നെ സാധനം വാങ്ങാനോ പണമില്ല. സാധനം വാങ്ങാൻ പണമില്ല. അപ്പൊ എന്താ മാർഗം? എന്നൊരു പണി, പന്റെ കുട്ടി 25,000 തരാ, ബൈക്ക് എടുത്തോ, ബാക്കി പടച്ചോളാം. ചെങ്ങായെ തല കൊണ്ടേ നരകത്തിൽ വെച്ചോളാ. മോനച്ച് ബൈക്ക് മുരുട്ടിക്കോ, വാപ്പാന്റെ തല നരകത്ത് പോയിക്കോട്ടെ. മോളേജ് സുഖമായിട്ട് ഭർത്താവിനോടൊപ്പം ജീവിച്ചോ, വാപ്പിമ്മ നരകത്ത് പോയിക്കോളാ. അല്ലേ? എന്റെ മരോക്കും കിടക്കാൻ 2 റൂം മോൾക്ക് പുതിയത് ഇറക്കിയതാ. നീ പുതിയൊരു മരോള് വരല്ലേ? എങ്ങനെയാ? അടുക്കള പോരാ, ഇറക്കി കെട്ടാണ്, താഴത്തേക്ക് ഇറക്കാണ്. പണല്ല. അവിടെ പലിശ, എല്ലായിടത്തും പലിശ. തൂണിലും തുരുമ്പിലും പലിശ, രക്തത്തിൽ പലിശ, വസ്ത്രത്തിൽ പലിശ, ഭക്ഷണത്തിൽ പലിശ, ഉമിനീരിൽ പലിശ, രക്തത്തിൽ അമ്മിഞ്ഞ പാലിൽ പലിശ. ഹറാം ഹറാം ഹറാം. യാ റബ്ബ് യാ റബ്ബ് എങ്ങനെ സ്വീകരിക്കാനാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഓടിയില്ലേ? ഉമ്മാനെ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഉമ്മാനെ പറഞ്ഞ എല്ലാവർക്കും പൊള്ളും. റസൂലും ഉമ്മാക്ക് പറയണോ? അള്ളാന്റെ റസൂലും ഉമ്മാനെ പറയണോ? അർരിബാ 73 ബാബാ. പലിശക്ക് 73 കവാടങ്ങളുണ്ട്. പലിശക്ക് 73 കവാടങ്ങളുണ്ട്. ഐസറുഹാ മിസ്ല അയ്യൻകിഹ റജുലു ഉമ്മുഹു. അതിൽ ഏറ്റവും ചെറിയ കവാടം ഏതാണെന്നല്ലേ? സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ്. സ്വന്തം ഉമ്മയുമായി ഇനി ഞാനങ്ങ് കുത്തിട്ട് വെക്കാൻ നിങ്ങൾ പൂരിപ്പിച്ചോ? നിങ്ങളങ്ങ് ബാക്കി പൂരിപ്പിച്ചോ? സ്വന്തം പെറ്റുമ്മയുമായി വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫീ ആമൈൻ. ഏറ്റവും നല്ല നിലക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറണേ. ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു. 10 ചില്ലാനും അല്ലെങ്കിൽ 9 ചില്ലാനും മാസം നിങ്ങളെ ഗർഭം ചുമന്നിട്ട് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് മാതാവ് ഗർഭം ചുമന്നത്. നിങ്ങൾ കാണാറില്ലേ ഗർഭിണികളായ സ്ത്രീകളെ, അവരുടെ പ്രയാസങ്ങളെ, അവരുടെ വിഷമങ്ങളെ? എന്നിട്ട് വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലക്കാലം മുല കൊടുത്തു. ഇങ്ങനെ പോറ്റി വളർത്തി ഉണ്ടാക്കിയ പെറ്റുമ്മയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ് പലിശയുടെ 73ാമത്തെ കവാടമെന്ന് സ്വന്തം ഉമ്മയുടെ മേൽ കൈവച്ചിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊള്ളുണ്ടോ നിങ്ങൾക്ക്? പലിശക്ക് ബന്ധപ്പെട്ടിരിക്കും പൊള്ളുണ്ടോ? സുരക്ഷയാണ് മനുഷ്യന്റെ സുരക്ഷ. ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഇന്ന് ഈ പലിശ കൊണ്ടാണ്. സാമ്പത്തികമായ അസമത്വം പലിശ കൊണ്ടാണ്. ശാരീരികമായ പല അസ്വസ്ഥതകൾക്കും ലോകത്തെ ജനവിഭാഗത്തെ എത്തിക്കപ്പെട്ടതിന്റെ പുറകിൽ പോലും പലിശയുണ്ടെന്നാണ് ചില പഠനങ്ങൾ. കുടുംബജീവിതത്തിൽ ഛിദ്രത, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഛിദ്രത, എല്ലാറ്റിന്റെയും പുറകിൽ പോലും പലിശ കളിക്കുന്നു. പിശാച് പോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി പലിശ മാറി വരുന്നു.
എന്താ അപകടം? ഇത്ര അപകടം മനുഷ്യരറിയുന്നില്ലല്ലോ. രണ്ട് ലോകത്തും മനുഷ്യരാശിക്ക് അപകടമല്ലേ? കെട്ടിച്ചുപോയ മോള് കയറി വരുമ്പോ, പുതിയാപ്പിളയോടൊപ്പം കയറി വരുമ്പോ, നല്ലൊരു കാറിൽ കയറി വരുമ്പോ, പുഞ്ചിരിയോടുകൂടി, ആത്മാർത്ഥമായ പുഞ്ചിരിയോടുകൂടി ലോൺ എടുത്തിട്ട് മോളെ കെട്ടിച്ചുപോയ രക്ഷിതാക്കളെ, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കാർക്കെങ്കിലും ഇന്നുവരെ ഹൃദ്യമായി അവനവന്റെ മകളെയും മരുമകളെയും സ്വീകരിക്കാനായിട്ടുണ്ടോ?